ഗുഡ് മോർണിംഗ് ഓൾ. ഇഗ്നോ MA പൊളിറ്റിക്കൽ സയൻസിന്റെ പൊളിറ്റിക്കൽ തിയറിയിലെ റൈറ്റ്സ് എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ സിവിൽ സർവീസ് IAS ഓപ്ഷണലിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓപ്ഷണലിന് പൊളിറ്റിക്കൽ തിയറിയിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ സിലബസും കൂടി ഉൾക്കൊള്ളിച്ച രീതിയിലാണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇഗ്നോ ടെക്സ്റ്റ് ബുക്ക് വൈസായിട്ടാണ് ഈ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ് കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. റൈറ്റ്സ് ആർ സോഷ്യൽ ക്ലെയിംസ് that help individual achieve their best selves and develop their personalities. റൈറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്ലെയിം ആണ്, നമുക്ക് അവകാശപ്പെട്ട ഒരു സോഷ്യൽ ക്ലെയിം ആണ്, നോട്ട് ജസ്റ്റ് റാൻഡം പ്രിവിലേജസ് അല്ല. അതൊരു ക്ലെയിം ആണ് നമുക്ക്, ബിക്കോസ് വി ആർ പാർട്ട് ഓഫ് ദ സൊസൈറ്റി, സോ വി ഹാവ് സം റൈറ്റ്. ഈ ഒരു ക്ലെയിം ഉള്ളത് കൊണ്ടാണ് ഗിവ് പീപ്പിൾ ദ നെസസറി കണ്ടീഷൻ ടു ഗ്രോ, ഡെവലപ്പ് ആൻഡ് ബിക്കം ദ ബെസ്റ്റ് സെൽഫ്സ്. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ആയിരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് തന്നെ ഈ റൈറ്റ്സ് നമുക്ക് ഉള്ളത് കൊണ്ടാണ്. ഇനി ഡെമോക്രസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, if democracy is truly a government of the people, it must exist for the people. But democracy means government of the people, by the people, for the people. But democracy is for the people, then it must ensure that individual have rights. ഇപ്പൊ ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതെന്തായിരിക്കണം? ഓരോരുത്തർക്കും വേണ്ടിയുള്ള റൈറ്റ്സ് ഉറപ്പുവരുത്തണം. So without rights, democracy cannot truly serve its citizen. അവകാശങ്ങളില്ലാതെ ഒരിക്കലും ഡെമോക്രസി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിന് അതിന്റെ സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സെർവ് ചെയ്യാൻ പറ്റില്ല. ഇനി സ്റ്റേറ്റ് ആൻഡ് റൈറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഹൂ ക്രിയേറ്റ്സ് ദിസ് റൈറ്റ്? ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് റൈറ്റ്സ്. ആരാണ്? സ്റ്റേറ്റ് അല്ല ഈ റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. റൈറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് സോഷ്യൽ ലിവിങ്. ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലിവിംഗിൽ ഒരു റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ദേ ആർ ഷേപ്ഡ് ബൈ വാല്യൂസ്, കൾച്ചേഴ്സ് ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഓൺലി ടു റെക്കഗ്നൈസ് ആൻഡ് പ്രൊട്ടക്ട് ദീസ് റൈറ്റ്സ്. ഒരു സ്റ്റേറ്റിന്റെ റോൾ എന്ന് പറയുന്നത് ഇത് പ്രൊട്ടക്ട് ചെയ്യാണ്. അത് നമ്മളെ ഒരു കൾച്ചേഴ്സും വാല്യൂസിനും അനുസരിച്ചിട്ട് പല റൈറ്റ്സും നമുക്ക് ഉണ്ടായിരിക്കും. സ്റ്റേറ്റിന്റെ റോൾ എന്ന് പറയുന്നത് ഇത് പ്രൊട്ടക്ട് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യാന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് ഡു നോട്ട് ഗിവ് റൈറ്റ്സ്, ദേ ഓൺലി റെക്കഗ്നൈസ് ദം. ഗവൺമെന്റ്സ് ഡു നോട്ട് ഗ്രാൻഡ് റൈറ്റ്സ്, ദേ ഓൺലി പ്രൊട്ടക്ട് ദം. അടുത്തത് വൈ റൈറ്റ്സ് ആർ സോഷ്യൽ എന്നുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് റൈറ്റ്സ് സോഷ്യൽ ആണെന്ന് പറയുന്നത്? Rights originate from society and its social condition, hence they are inherently social. അപ്പോൾ റൈറ്റ്സ് arise from the social condition in which people live. മനുഷ്യർ ജീവിക്കുന്ന സോഷ്യൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഓരോ അവകാശങ്ങളും വരുന്നത്. അതെങ്ങനെയാണ് ഓരോരുത്തരുടെ റൈറ്റ്സും? ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ വാല്യൂസ്, കൾച്ചേഴ്സ് ആൻഡ് നീഡ്സ് ഓഫ് എ സൊസൈറ്റി. That is why they are considered inherently social, not individual invention. സോ റൈറ്റ്സ് ഒറിജിനേറ്റ് ഫ്രം സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ അത് ഇൻഹറന്റ്ലി സോഷ്യൽ ആണ്. ഇനി റൈറ്റ് ബിലോങ്സ് ടു ഇൻഡിവിജ്വൽസ്. ഈവൻ ദോ റൈറ്റ്സ് ഫ്രം ദ സൊസൈറ്റി, ദേ ബിലോങ് ടു ഇൻഡിവിജ്വൽ. ദേ എക്സിസ്റ്റ് ഫോർ ഇൻഡിവിജ്വൽ. ഇപ്പൊ സൊസൈറ്റി ആണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇറ്റ് എക്സിസ്റ്റ് ഫോർ ഇൻഡിവിജ്വൽ. ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ദ എബിലിറ്റി ടു യൂസ് ദിസ് റൈറ്റ്. ഓരോ ഇൻഡിവിജ്വൽസിനും ഇതിന്റെ എബിലിറ്റി ഉണ്ട് അത് യൂസ് ചെയ്യാനുള്ളത്. ദ അൾട്ടിമേറ്റ് ഡെവലപ്മെന്റ് ഓഫ് റൈറ്റ് എന്താണ്? allow individual to fully develop their personality. അല്ലാതെ ഒരാളുടെ ഇന്റർഫിയറൻസ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല, ബട്ട് to allow individuals to fully develop their personalities and live meaningful life. ഒരാളുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ലൈഫ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് റൈറ്റ്സിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാര്യങ്ങൾ, ഒന്ന് റൈറ്റ്സ് സോഷ്യൽ ക്ലെയിംസ് ആണ്, നോട്ട് റാൻഡം പ്രിവിലേജ്, ബിക്കോസ് ദേ ആർ ക്ലെയിം ബൈ ഇൻഡിവിജ്വൽ can make because they are part of society. It is necessary condition to grow, develop and become their best self. And democracy and right, democracy means government of the people, by the people, for the people. If democracy is for the people, then it must ensure that individual have rights.
State do not create right, it only recognize and protect these rights. Rights are social, it arises from social condition and shaped by values, cultures and needs of society. It is considered inherently social, not individual invention, but they belong to individual. Each individual has the ability to use this right. They exist for individual, they are exercised by individual. Their purpose is to enable individual to achieve the full development of their potent personalities. Next, right, meaning and nature. For centuries, philosophers have debated the relationship between state and individual, which is important, the state or the individual, who owes duties to whom. അപ്പോൾ കാലഘട്ടം നമ്മളിപ്പോൾ ചരിത്രാതീത കാലം മുതലേ എപ്പോഴും ഉള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ ഇന്റർനാഷണൽ റിലേഷനിലൊക്കെ പഠിച്ചതാണത്. ആരാണ് ഇമ്പോർട്ടന്റ്, സ്റ്റേറ്റ് ആണോ അല്ലെ രാജ്യമാണോ അതോ വ്യക്തിയാണോ? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ദി ഇൻഡിവിജ്വൽ has been a central question in political theory for centuries. The relationship between individual and the state has been a central question in political theory for centuries. Philosophers have long debated who is more important, the state or the individual, who owes what to whom. അപ്പൊ എന്താണ് അതിൽ, ആരാണ് ഇതിൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതിൽ രണ്ട് കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് നിങ്ങൾ പഠിച്ചതാണ് ഐഡിയലിസ്റ്റിക് പ്ലാറ്റോ, the state alone can provide justice, the duty of the individual is perform the responsibility to best of their abilities. Idealist, the state is supreme, only the state can ensure justice, so individual duty to serve the state faithfully by performing the responsibility, and serve the state, and state alone can provide justice. But in the case of liberal thinkers like John Locke, the state exists only as a means, the end is individual. He believed individual is supreme and the state is only a means to serve the individual. ഇപ്പൊ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സാക്രഡ് ആണ്, അൺടച്ചബിൾ ആണ്. ദ സ്റ്റേറ്റ് കനോട്ട് വാലറ്റ് ദം. ഒരാളുടെ റൈറ്റ്, ഇൻഡിവിജ്വൽ റൈറ്റ് ആർ സാക്രോസാങ്ക്ട് ആൻഡ് ഇൻവയലബിൾ. റൈറ്റ്സ് എന്ന് പറയുന്നത് സാക്രഡ് ആണ്, അൺടച്ചബിൾ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ തന്നെ ദ മോഡേൺ എറ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ് എമേർജ്ഡ് ഇൻ 15th-16th century യൂറോപ്പ് ബിക്കോസ് ഓഫ് ദ സയന്റിഫിക് റിവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ വാട്ടർഷെഡ്. ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു 15ാമത്തെ 16ാമത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള റിനൈസൻസ്, റിഫോർമേഷൻ, ഇന്റലക്ച്വൽ അവേക്കനിങ്, ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ 15-16 കാലഘട്ടങ്ങളിൽ ഇൻഡിവിജ്വൽ റൈറ്റ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. But these rights arose as a protection against state absolutism. Absolutism ഒരു സ്റ്റേറ്റിന്റെ റൂളറിന് അൺലിമിറ്റഡ് പവർ ഉണ്ടാവുന്നതിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഈ റൈറ്റ്സ് വന്നിട്ടുള്ളത്. അപ്പൊ ഇമ്പോർട്ടൻസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ഡിഡ് നോട്ട് ഒറിജിനേറ്റ് ഫ്രം ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ നിന്നല്ല റൈറ്റ് വരുന്നത്, ഫ്രം സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ റൈറ്റ്സ് എമേർജ്ഡ് 15th and 16th century യൂറോപ്പ് ആണ്. They are seen as guarantees against state absolutism ആണ്. Their origin lies in society, not the state. ഇനി നാച്ചർ ഓഫ് റൈറ്റ് ആണ്. എന്താണ് ഇതിന് നാച്ചർ എന്ന് പറയുന്നത്? റൈറ്റ് ബിലോങ് ടു ഇൻഡിവിജ്വൽ, നോട്ട് ദ സ്റ്റേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദേ ആർ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, അതും പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ്സ് അറൈസ് ഫ്രം സോഷ്യൽ നാച്ചർ ആൻഡ് ഫ്രം ബീയിങ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ എസെൻഷ്യൽ കണ്ടീഷൻ ആണ്. അപ്പം നമ്മൾ ഈ പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ നാച്ചർ ആണ് നമ്മുടെ റൈറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിൻസ് ഹ്യൂമൻ ലിവ് ഇൻ സൊസൈറ്റി, റൈറ്റ്സ് ആർ നാച്ചുറലി ആസ് എ ക്ലെയിംസ് ദാറ്റ് മേക്ക് ലൈഫ് ഡിഗ്നിഫൈഡ് ആൻഡ് മീനിങ് സോ റൈറ്റ്സ് മേക്ക് അവർ ലൈഫ് ഡിഗ്നിഫൈഡ് ആൻഡ് മീനിങ് അപ്പൊ ഐഡിയലിസ്റ്റിക് എന്താണ്? സ്റ്റേറ്റ് എബോവ് ഇൻഡിവിജ്വൽ, ലിബറൽ ഇൻഡിവിജ്വൽ എബോവ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്ക് യു. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.